തആലക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, പരിശുദ്ധമായ റമളാനിലെ വെള്ളിയാഴ്ച രാവ് അല്ലാഹുവേ, വിദേശ രാജ്യങ്ങളിലെല്ലാം മക്കയിലും മദീനയിലുമെല്ലാം ഇന്ന് റമളാനിലെ 21 രാവാണ്. ലൈലത്തുൽ ഖദ്റിനെ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട രാവുകളാണ് റമളാനിലെ അവസാന രാവുകൾ. ആ അവസാന രാവുകൾ തന്നെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ കൂടുതൽ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണമെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദ്ർ എല്ലാ വർഷവും ദിവസങ്ങൾ മാറിയെന്ന് വരാം, അല്ലെങ്കിൽ ഒരേ ദിവസമായി എന്ന് വരാം. അല്ലാഹുവിന്റെ ഖദറും ഖളാഉം നിശ്ചയവും എങ്ങനെയാണോ നമുക്ക് അറിഞ്ഞുകൂടാ. വെള്ളിയാഴ്ച രാവും 21 രാവും ഒത്തുവരുന്ന രാവിൽ നിന്നുകൊണ്ടാണ് റബ്ബേ ഞങ്ങൾ ചോദിക്കുന്നത്, യാ അല്ലാഹ്, ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഞങ്ങളുടെ കൂടെ റമളാനിലെ പവിത്രമായ നോമ്പെടുത്ത് ആ നോമ്പ് തുറന്ന് തറാവീഹ് നിസ്കരിച്ച് അല്ലാഹുവേ ഞങ്ങളുടെ കൂടെ ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഹദ്ദാദ് ചൊല്ലി വെള്ളിയാഴ്ച രാവിൽ നിന്നിലേക്ക് കൈകൾ ഉയർത്തിയ മുത്തുമൂമിനീങ്ങളാണ്, മുത്തുമൂമിനാത്തുകളാണ്. അല്ലാഹുവേ, ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന റമളാനാക്കണേ അല്ലാഹ്, ഖബൂലാകുന്ന റമളാനാക്കണേ അല്ലാഹ്, പൊരുത്തപ്പെടുന്ന റമളാനാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. മഗ്ഫിറത്തിന്റെ 10 ഞങ്ങളെ തൊട്ട് കഴിഞ്ഞു പോയി. നാടുകളിലെല്ലാം മഗ്ഫിറത്തിന്റെ അവസാനത്തെ മഗ്ഫിറത്തിന്റെ 10 അവസാന രാവിലാണ്. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളെ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, ഞങ്ങളെ പൊരുത്തപ്പെടണേ അല്ലാഹ്. ജീവിതകാലത്ത് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹ് നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ റഹ്മാനേ. ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ ഹൃദയം നീ നന്നാക്കണേ അല്ലാഹ്. ആരോടും പകയില്ലാത്ത ഖൽബാക്കണേ അല്ലാഹ്, ആരോടും വിദ്വേഷമില്ലാത്ത ഖൽബാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, റമളാൻ നിന്റെ അടുക്കൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. നിന്റെ അടുക്കൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമളാനായി ഞങ്ങളെ റമളാനിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ അല്ലാഹ്, പൊരുത്തപ്പെടണേ അല്ലാഹ്. നിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അമലായി ഈ റമളാനിനെ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ റമളാൻ നീ ഖബൂലാക്കണേ അല്ലാഹ്. ലക്ഷോപലക്ഷം ജനങ്ങളെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കുന്ന രാത്രികളിൽ അല്ലാഹുവേ, ആ മോചനം നൽകുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് നീ സ്വർഗം നൽകുന്ന രാത്രികളിൽ അല്ലാഹുവേ, ഞങ്ങളെ നീ ആ സ്വർഗാവകാശികളിൽ പെടുത്തണേ അല്ലാഹ്. ഹറാമുകളിൽ നിന്ന് വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ റഹ്മാനേ. അല്ലാഹുവേ, ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബായ നീ ഞങ്ങളെ കൈവെടിയല്ലേ അല്ലാഹ്. യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് യാ അല്ലാഹ് യാ അല്ലാഹ്.
യാ അല്ലാഹ് യാ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ്. ഇഖ്ലാസ് കുറഞ്ഞവരാണ്, ഖൽബ് മോശമായവരാണ്, അവസാന ആഖിർ സമാനിലെ ചണ്ടിച്ചവറുകളാണ്, തെറ്റുകാരാണ്, ദോഷികളാണ്, പാപികളാണ്. നീ ഞങ്ങൾക്ക് ഈ വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ 21-ാം രാവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. ഈ റമളാൻ ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാഹ്. കഴിഞ്ഞ റമളാനിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എത്രയെത്ര ആളുകളാണ്, ചെറുപ്പക്കാരാണ്. അല്ലാഹ് ഞങ്ങൾ ഇന്നും കണ്ടു ഒരുപാട് അപകടങ്ങളെ. അല്ലാഹുവേ യാ അല്ലാഹ് ചാലിയത്തുള്ളൊരു ചെറുപ്പക്കാരൻ 2 ചെറിയ മക്കളുടെ ഉപ്പയാണ്. 6 വയസ്സും 2 വയസ്സും പ്രായമായ 38-35 വയസ്സുകാരനായ ചെറുപ്പക്കാരനാണ്. ഇന്നലെ രാത്രി പെട്ടെന്ന് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ അവരുടെ ഖബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അടുത്ത റമളാനിൽ ആരുണ്ടാകും? ഞങ്ങൾ റമളാനിനെ സ്വീകരിക്കാനുണ്ടാകുമോ? ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ദീർഘായുസ്സു തരണേ അല്ലാഹ്, ആഫിയത്ത് തരണേ അല്ലാഹ്, ആരോഗ്യം തരണേ അല്ലാഹ്. ഈ റമളാൻ ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ റമളാനാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളെ ദുആ കൊണ്ട് കടപ്പെട്ടവർ, ഞങ്ങളെ നോമ്പ് തുറപ്പിച്ചവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, അല്ലാഹുവേ എല്ലാവർക്കും നീ സ്വർഗീയമായ ഭക്ഷണങ്ങളും സ്വർഗീയമായ സൽക്കാരങ്ങളും നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഈമാനും തഖ്വയും ഞങ്ങൾക്ക് നീ ഏറ്റി തരണേ അല്ലാഹ്. കണ്ണുകൊണ്ട് കണ്ടത്, കാതുകൊണ്ട് കേട്ടത്, ചെവി കൊണ്ട് കേട്ടത്, നാവ് കൊണ്ട് സംസാരിച്ചത്, കാലുകൊണ്ട് നടന്നുപോയത്, കൈകൊണ്ട് പ്രവർത്തിച്ചത്, അല്ലാഹുവേ ഖൽബ് കൊണ്ട് ചിന്തിച്ചത് എല്ലാം ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. എല്ലാം ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. എല്ലാം ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ വിദേശ രാജ്യത്തെപ്പോഴും വരുമ്പോഴും ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും ഞങ്ങളെ ഉസ്താദുമാരെയും മുതഅല്ലിമീങ്ങളെയും ദീനിന്റെ സംരംഭങ്ങളെയും പള്ളികളെയും മദ്രസകളെയും എല്ലാം വല്ലാതെ സ്നേഹിക്കുകയും മഹബത്ത് വെക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ അവരെ ദുനിയാവിലും ആഖിറത്തിലും നീ സഹായിക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ വിഷമങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഖൈറിന്റെ വാതിലുകൾ അവർക്ക് നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട ഇല്യാസ് ഹാജിയും കുടുംബവും അല്ലാഹുവേ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും കുടുംബത്തിനും നീ ഖൈറും ബറക്കത്തും ചൊരിയണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുടെ ഖബറ് നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാഹ്. ഭാര്യയുടെ ഉമ്മ ഖബറിലാണ് അല്ലാഹ്. ആ ഉമ്മാക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ഓതിയ ഖുർആനും ദിക്റും സ്വലാത്തും ആ ഉമ്മാന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഉമ്മാന്റെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഭാര്യയുടെ ഉപ്പ അതുപോലെ ഉമ്മ ഫാത്തിമ റമളാൻ 19 ആണ്ടായിരുന്നു. അല്ലാഹുവേ ഉപ്പയുടെ ഉമ്മ ഫാത്തിമ റമളാൻ 19 ആണ്ടായിരുന്നു. അല്ലാഹുവേ ആ ഫാത്തിമ ഉമ്മാന്റെ ഖബറും അല്ലാഹുവേ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാഹ്. അല്ലാഹുവേ വീടിന്റെ പണി എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. സഹോദരിയുടെ വീടും എല്ലാ വീടിന്റെ പണികളും നല്ല റാഹത്തോടെ പൂർത്തിയാക്കി കഴിഞ്ഞ് സന്തോഷത്തില് വീട്ടിൽ കൂടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതിൽ ഞങ്ങൾക്ക് സന്തോഷത്തോടെ പങ്കെടുക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ കച്ചവടത്തിലും ബിസിനസ്സിലും നീ വലിയ അഭിവൃദ്ധിയും ബറക്കത്തും നൽകണേ അല്ലാഹ്.
മോള് +2 എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മാർക്കോടെ നീ വിജയിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ അബ്ദുള്ള ഹാജി, അവരുടെ മകനുണ്ട് ഫൈസൽ ഹാജി ഞങ്ങളുടെ കൂടെ. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അബ്ദുള്ള ഹാജിക്കും അവരുടെ ഭാര്യക്കും അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, പലതും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവരുടെ മുറാദുകളെല്ലാം നീ ഹാസുലാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ മക്കൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, എല്ലാവരുടെ മക്കളെയും നല്ല മക്കളാക്കണേ അല്ലാ. ഇവിടെ നേരത്തെ ഞങ്ങളുടെ കൂടെ ഇരുന്ന മക്കളും മറ്റു മക്കളും എല്ലാ മക്കളെയും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, ബദറുദ്ദീൻ സഖാഫി ഉസ്താദുണ്ട്, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ഒരുപാട് കാലം ദീനിനെ ഖിദ്മത്ത് ചെയ്യാനുള്ള ആയുരാരോഗ്യവും തൗഫീഖും പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, കുടുംബത്തെ കൊണ്ടുവരാനും അവരെ ഇവിടെ കൂടെ താമസിക്കാനും തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാ ഖൈറിന്റെ വാതിലുകളും നീ തുറന്നു കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ബന്ധം സ്വർഗത്തിലേക്കുള്ള ബന്ധമാക്കണേ അല്ലാ. اللهم إنا نسألك بحق الفاتحة المعلمة وسبع المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل